ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 24. ദൈവം അറിയുന്നു. സർവ വല്ലഭനാകുന്ന ദൈവമായ യഹോവ അറിയുന്നു. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം. ഒരു വലിയ പെയിൻറ്റിങ് കണ്ട് അത് ആസ്വദിക്കാനായി ആ ദമ്പതികൾ അതിൻ്റെ അടുത്തു ചെന്നു. ചിത്രത്തിൻ്റെ ചുവട്ടിൽ തുറന്നു വെച്ച പെയിൻറ്റിംഗ് പാത്രങ്ങളും ബ്രഷുകളും കണ്ടപ്പോൾ ഇത് പൂർത്തിയാകാത്ത ചിത്രമാണെന്നും ആർക്കും അതിൽ ചേർന്ന് വരയ്ക്കാമെന്നും അവർ വിചാരിച്ചു. ചില വരകൾ അവരും നടത്തിയിട്ടു പോയി. ചിത്രകാരൻ തൻ്റെ പൂർത്തിയായ ചിത്രത്തിൻ്റെ പ്രദർശനത്തിന് ഒരു വൈവിധ്യമായിട്ട് മാത്രമായിരുന്നു പെയിൻറ്റും ബ്രഷും അവിടെ വെച്ചിരുന്നത്. സംഭവത്തിൻ്റെ വീഡിയോ പരിശോധിച്ച സംഘാടകർക്ക് ഇതിൽ സംഭവിച്ച തെറ്റിദ്ധാരണ ബോധ്യപ്പെട്ടതുകൊണ്ട് ആ ദമ്പതികളെ വെറുതെ വിട്ടു. യോർദാൻ്റെ കിഴക്ക് താമസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഒരു വലിയ യാഗപീഠം പണിതത് തെറ്റിദ്ധാരണയുളവാക്കി. സമാഗമന കൂടാരമല്ലാതെ മറ്റൊരിടവും ആരാധനയ്ക്കായി ദൈവം അംഗീകരിച്ചിട്ടില്ലാതിരിക്കെ ഇതൊരു മത്സര നീക്കമായി മറ്റ് ഇസ്രായേൽക്കാർ കണക്കാക്കി. വലിയ സംഘർഷം ഉടലെടുത്തു. എന്നാൽ ഇത് യാഗപീഠത്തിൻ്റെ ഒരു മാതൃക മാത്രമായിരുന്നു എന്ന് കിഴക്കേ ഗോത്രക്കാർ വിശദീകരിച്ചു. അവരുടെ വരും തലമുറകളെ മറ്റ് ഇസ്രായേൽ ഗോത്രങ്ങളുമായുള്ള ആത്മീക ബന്ധവും പാരമ്പര്യവും ഓർമ്മിക്കാനുള്ള ഒരു പ്രതീകമായിട്ടായിരുന്നു അവരത് നിർമ്മിച്ചത്. അവർ പറഞ്ഞു, സർവ വല്ലഭനാകുന്ന ദൈവമായ യഹോവ അറിയുന്നു. ഭാഗ്യവശാൽ മറ്റുള്ളവർക്ക് അത് ബോധ്യമായി. എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർ കണ്ട് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ച് മടങ്ങിപ്പോയി. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ അവിടുത്തേക്ക് അറിയാം. ആശയക്കുഴപ്പങ്ങളുടെ സന്ദർഭങ്ങളിൽ ദൈവത്തോട് നാം സഹായം അഭ്യർത്ഥിച്ചാൽ നമ്മെ തന്നെ വിശദീകരിക്കുന്നതിനും മറ്റുള്ളവരുടെ ചെയ്തികൾ ക്ഷമിക്കുന്നതിനും ഒക്കെ ദൈവം ഇടവരുത്തും. ഐക്യം നിലനിർത്താനായി പാടുപെടുമ്പോഴെല്ലാം നമുക്ക് ദൈവത്തിങ്കലേക്ക് തിരിയാം. ചിന്തിക്കുക, മറ്റുള്ളവരുമായുള്ള ഐക്യത്തിന് നിങ്ങൾ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നുണ്ട്? ദൈവത്തിന് മഹത്വം.